ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്നുള്ള പാഠഭാഗവും ഇതിലെ 1ാമത്തെ പാഠഭാഗവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബാക്കിയുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ചെറിയ കുട്ടികളെയാണ് കാണുന്നത് അല്ലേ. അവർ ചെയ്യുന്ന ഒരുപാട് വലിയ കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ചില കുട്ടികൾക്ക് വളരെ ടെക്നിക്കലായിട്ടുള്ള അറിവൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. മാത്രമല്ല അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി താഴെയായിട്ട് ഒരു കോഴ്സ് തന്നിട്ടുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദാറ്റ് യു ആർ. Know that there is something inside you that is greater than any obstacle. ക്രിസ്ത്യൻ ഡി ലാർസൻ എഴുതിയിട്ടുള്ള ഒരു കോഴ്സാണ്. എന്താണ് പറയുന്നത്? ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ നന്നായിട്ട് വിശ്വസിക്കുക. ഓൾ ദാറ്റ് യു ആർ, അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നോ ദാറ്റ് there is something inside you. എന്താണ്? നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. യു ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്റ്റക്കിൾ. വേറെ എന്ത് ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്തുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ഗ്രേറ്റർ ആക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും. നമ്മൾ അറിഞ്ഞതും അറിയാതെയുമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും. ആ കഴിവുകളെല്ലാം കണ്ടെത്തുകയും അതുപോലെ തന്നെ ആ കഴിവ് എന്താണോ അതിനെ കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ദെൻ ഇനി അടുത്തതായിട്ട് ദ ഡോർവേ എന്നുള്ള ഫസ്റ്റ് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. വിനിഷ ഉമാശങ്കർ ഏൺസ് ഗ്ലോബൽ പ്രൈസ്. എന്നാൽ വിനിഷ ഉമാശങ്കറിന് ഗ്ലോബൽ പ്രൈസ് ഏൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ഗ്ലാസ്ഗോ UK. വിനിഷ ഉമാശങ്കർ, എ 15 years old environmentalist from India, received a standing ovation at the 2021 UN Climate Change Conference for her passionate speech on climate action. അപ്പോൾ വിനിഷ ഉമാശങ്കർ എന്ന് പറയുന്നത് 15 വയസ്സുള്ള നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടിയാണ്. ആരാണ്? ഒരു എൻവയോൺമെൻറ്റലിസ്റ്റാണ് ഇന്ത്യയിലെ. മാത്രമല്ല അവർക്ക് 2021 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ ഒരു പാഷനേറ്റ് സ്പീച്ച് നടത്തിയതിന് അവാർഡും കൂടെ ലഭിച്ചിട്ടുണ്ട്. സോ അറ്റ് 12 വിനിഷ ഇൻവെൻറ്റഡ് എ സോളാർ പവേർഡ് അയണിംഗ് ചാർട്ട് ടു റെഡ്യൂസ് പൊല്യൂഷൻ, ഏർണിംഗ് ഹെർ ദ ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ് ഇൻ 2020 ആൻഡ് മേക്കിംഗ് ഹെർ എ ഫൈനലിസ്റ്റ് ഫോർ ദ എർത്ത് ഷോട്ട് പ്രൈസ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ തന്നെ വിനിഷ എന്ത് ചെയ്തു? സോളാർ പവർ ചെയ്തിട്ടുള്ള ഒരു അയണിംഗ് കാർട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എന്തിനായിരുന്നു? പൊല്യൂഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും. അതുമാത്രമല്ല 2020 ക്ലൈമറ്റ് പ്രൈസ്, ചിൽഡ്രൻസിൻ്റെ ക്ലൈമറ്റ് പ്രൈസും കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. Her statement, "I am not just a girl from India, I am a girl from Earth," inspired many, highlighting her as a leading voice for youth driving environmental change. അപ്പോൾ ഈ ഉമാശങ്കർ പറയുന്നത് എന്താണ്? ഞാൻ ഒരു ഇന്ത്യയിലെ ഒരു പെൺകുട്ടിയല്ല, ഞാൻ ഈ ഭൂമിയിലെ തന്നെ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് വോയിസാണ് ഈ ലോകത്തിന് മുന്നിൽ അവളെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതാണ് ഉമാശങ്കറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ വാട്ട് ഡിഡ് വിനിഷ ഉമാശങ്കർ റിസീവ് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ? എന്തിനായിരുന്നു ഈ ഒരു വിനിഷ ഉമാശങ്കറിന് ആ ഒരു സ്റ്റാൻഡിംഗ് ഒവേഷന് കിട്ടിയിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ്? She got a standing ovation for her speech about protecting the earth at the COP26 conference. അപ്പോൾ COP26 കോൺഫറൻസിലായിരുന്നു അവൾ ഈ ഒരു ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഷീ ഇൻവെൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് 12? ഈ 12ാമത്തെ വയസ്സിൽ അവൾ എന്തായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ഷീ ഇൻവെൻറ്റഡ് എ സോളാർ പവേർഡ് അയണിംഗ് കാർട്ട്. ഓക്കെ, അപ്പോൾ ഒരു സോളാർ പവേർഡ് അയണിംഗ് കാർട്ടായിരുന്നു ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു ബിലീവ് എനിവൺ ക്യാൻ ബി ആൻ ഇൻവെൻറ്റർ ഓർ ഡു യു നീഡ് സ്പെഷ്യൽ സ്കിൽസ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ഇൻവെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ സ്കില്ലുള്ള ഒരാളായിരിക്കണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ എഴുതാം നമുക്ക്? ഐ ബിലീവ് എനിവൺ ക്യാൻ ബി ഇൻവെൻറ്റർ ഇഫ് ദേ ആർ ക്യൂരിയസ് ആൻഡ് വാട്ട് ടു സോൾവ് പ്രോബ്ലംസ്. വി ജസ്റ്റ് നീഡ് ടു തിങ്ക്, ലേൺ ആൻഡ് ട്രൈ. അപ്പോൾ ഒരു ഇൻവെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ക്യൂരിയസ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാനും ഉള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല എപ്പോഴും തിങ്ക് ചെയ്യാനും ലേൺ ചെയ്യാനും ട്രൈ ചെയ്യാനുമുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഇൻവെൻഷൻ നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തം നടത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് യു കുഡ് ഇൻവെൻറ്റ് സംതിങ് വാട്ട് വുഡ് ഇറ്റ് ബി? നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ജസ്റ്റ് ഒരു ആൻസർ എന്ന രീതിയിൽ പറയാം. ഇഫ് ഐ കുഡ് ഇൻവെൻറ്റ് സംതിങ് ഐ വുഡ് മേക്ക് എ മെഷീൻ ദാറ്റ് ക്ലീൻസ് ഡേർട്ടി വാട്ടർ ആൻഡ് ഗിവ്സ് ക്ലീൻ വാട്ടർ ടു എവ്രി വൺ. അപ്പോൾ ഞാനൊരു ഇൻവെൻറ്റ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഡേർട്ടി വാട്ടർ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല വെള്ളം കൊടുക്കാനുമുള്ള ഒരു മെഷീനായിരിക്കും കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ ഇൻവെൻഷനുമാണ് അവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠഭാഗമായിട്ട് വരുന്നത്. ഹാർനസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൺകുട്ടി വിൻഡ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഹു മെയ്ഡ് ആൻ ഇൻവെൻഷൻ ദാറ്റ് സേവ്ഡ് ഹിസ് വില്ലേജ് ഫ്രം ഹങ്കർ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു യങ് ബോയ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് പറയുന്നത്. കുട്ടി എന്താണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്? അവൻ്റെ വില്ലേജിനെ തന്നെ വിശപ്പിൽ നിന്നും സേവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. വില്യം കാക്വാബ ആൻഡ് ബറിയൻ മീലർ ഇവർ രണ്ടുപേരും കൂടി എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. നമുക്ക് നേരെ സ്റ്റോറി വായിച്ചു നോക്കാം. സ്റ്റോറിയുടെ ഈ സൈഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. In a village in Malawi, a poor country in Africa, people had no money for lighting their homes. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലെ മലാവി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. ആഫ്രിക്ക എന്ന് പറയുന്നത് എങ്ങനെയാണ്? പൂവർ കൺട്രിയാണ് അല്ലേ? അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു പൂവർ കൺട്രിയാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾക്ക് എന്താണ് വീടുകളിൽ ലൈറ്റൊന്നും വെക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദ വില്ലേജേഴ്സ് മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ് വെൻ ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അപ്പോൾ ആ വില്ലേജിൽ അധികം ആളുകളും എന്തായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് എന്താണ്? നേരത്തെ തന്നെ ബെഡിൽ കിടന്നുറങ്ങണം. കാരണം അവർക്ക് ഏർലി മോർണിംഗിൽ കൃഷിയിടത്തിലേക്ക് പോയിട്ട് കൃഷിയൊക്കെ ചെയ്യാനുള്ളതാണ് അല്ലേ. ബട്ട് ഫോർ വില്യം എ യങ് ബോയ് ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. പക്ഷേ ഈ യങ് ബോയ് ആയിട്ടുള്ള വില്യം എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഡാർക്ക്നെസ് ആയിരുന്നു. അവൻ്റെ സ്വപ്നത്തിൻ്റെ ആ സമയം എന്ന് പറയുന്നത് ഫുള്ള് ഡാർക്ക്നെസ് ആയിരുന്നു. കാരണം വീട്ടിൽ ലൈറ്റൊന്നുമില്ല, ഇരുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹി ഡ്രീംഡ് ഫോർ പുട്ടിങ് ടുഗെദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. അപ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് ഓരോന്നും ഇങ്ങനെ കൂട്ടി വെക്കുന്ന രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് വേറെ സ്വപ്നം കാണാനോ ഒന്നിനും അവർക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അർത്ഥം. Then he kept toy trucks with a wheels made of bottle caps under his bed. He was fascinated by music he heard on the radio. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ടോയ് ട്രക്സും അതിൻ്റെ വീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൻ്റെ ബെഡിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കളിച്ച് നോക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ വെച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു. മാത്രമല്ല അവർക്ക് മ്യൂസിക്കിൽ വളരെയധികം, റേഡിയോയിൽ കേൾക്കുന്ന മ്യൂസിക്കിൽ വളരെയധികം ഫാസിനേറ്റഡ് ആയിരുന്നു. ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ ആകൃഷ്ടനായിരുന്നു എന്നാണ് പറയുന്നത്. Where are the musicians and singers? He would wonder. He would crack open all radios to find them. അപ്പോൾ അവൻ ഈ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഈ മ്യൂസീഷ്യൻസും ഈ സിംഗേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരിക്കുമോ എന്നുള്ളത് അവനിങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തിരുന്നു? പഴയ റേഡിയോസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഈ സിംഗേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ പാടുന്നത്, അതിൽ മ്യൂസീഷ്യൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. ആസ് ഹി ലേ അവേക്ക് ഹിസ് ഗ്രാൻഡ്പാസ് ടെയിൽസ് ഓഫ് മാജിക് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. അവൻ കിടക്കുന്ന സമയത്ത് അവൻ്റെ ഗ്രാൻഡ്പ എന്ത് ചെയ്യും? അവൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ മാജിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടുമായിരുന്നു. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറി സീംഡ് ടു
ട്വൈൽ ബിഫോർ ഹിസ് ഐസ്. അപ്പോൾ അവനെന്താണ് അവൻ ഗ്രാൻഡ് പ പറയുന്ന ആ സ്റ്റോറീസും ആ ഗോസ്റ്റ് ഡാൻസേഴ്സും ഒക്കെ അവൻ്റെ ഇങ്ങനെ കണ്ണുകളിലൂടെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അഥവാ ഗ്രാൻഡ് പ എന്തൊക്കെ സ്റ്റോറി പറയുന്നുണ്ട് അവൻ്റെ എക്സ്ട്രീം ലെവലിൽ അവനിങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചെന്നാണ് നമ്മുടെ കണ്ണിലൊക്കെ അതിങ്ങനെ കിടന്ന് കറങ്ങുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. അതേപോലെ തന്നെയായിരുന്നു ഈ വില്യം എന്നുള്ള കുട്ടിക്കും തോന്നിയിരുന്നത്. As William worked in the fields at dawn, he imagined he could see magical beings among the rows of mice. അപ്പോൾ ഈ വില്യം എന്തായിരുന്നു ഫീൽഡ്സിൽ വയലുകളിലൊക്കെ ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെ ഏർലി മോർണിംഗിൽ തന്നെ അവനിങ്ങനെ വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്തും അവൻ്റെ മനസ്സിലെന്താണ് അവിടെ ഉണ്ടായിരുന്ന റോ ഓഫ് മൈസ് എന്ന് പറഞ്ഞാൽ ചോളം, ആ ഒരു പച്ച ചോളത്തിൻ്റെ ഇടയിലൊക്കെ അവൻ്റെ ആ ഒരു മാജിക്കിൽ അവർ കാണുന്ന ആ സ്വപ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെയും ഇങ്ങനെ മിന്നി മറയുന്നതായിട്ട് അവന് തോന്നിയിരുന്നു. ആസ് ഡ്രഗ്സ് ഡ്രംഡ് അക്രോസ് the path, he wondered how their engines made them go. അപ്പോൾ അവിടെ ഈ ട്രക്കൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വില്യംസ് ചിന്തിക്കും ഇതിൻ്റെ എൻജിനൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് വളരെയധികം അത്ഭുതപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ലുക്ക് വേർ യു ത്രോ യുവർ ഹോയ്, ഹിസ് ഫാദർ വുഡ് ഷൗട്ട്, ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്. അപ്പോൾ അവൻ്റെ ആ ഒരു സ്വപ്ന ചിന്തകളിൽ നിന്നും അവനെ പെട്ടെന്ന് തന്നെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ ഫാദർ വളരെ സൗണ്ടിൽ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നീ ഇങ്ങനെ ഹോയ് എന്ന് പറഞ്ഞാൽ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അത് നീ എവിടെയാണ് ഇട്ടിരിക്കുന്നത്, നോക്ക് നീ എവിടെയാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. പക്ഷേ വില്യംസിൻ്റെ ആ ഒരു മാജിക്കൽ ഇമാജിനേഷനിൽ ഒരിക്കലും മഴ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നിരുന്നില്ല. വിത്തൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച്ഡ് ദ ഫീൽഡ്സ്. അപ്പോൾ എന്താണ് വിത്തൗട്ട് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്, ആംഗ്രി സൺ വളരെ ദേഷ്യപ്പെടുന്ന ആ ഒരു സൂര്യൻ, അഥവാ സൂര്യൻ മഴയൊന്നും തരുന്നില്ല, ഫുൾ വെയിലാണ് എന്നുള്ള അർത്ഥമാണ്. സ്കോച്ച്ഡ് എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു വയലിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സണ്ണിൻ്റെ ദേഷ്യം കൊണ്ട് കരിഞ്ഞു പോവുകയാണ്, വെള്ളമൊന്നും ഇല്ലാതെ എന്നാണ് പറയുന്നത്. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. അവിടുത്തെ കൃഷിക്കാരൊക്കെ ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. ദ റോസ് ഓഫ് മൈസ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. ആ ഒരു പച്ച ചോളമൊക്കെ എന്തായിട്ട് മാറുകയാണ്, ഡസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അഥവാ ഉപകാരമില്ലാത്ത കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. വിത്തൗട്ട് ഫുഡ് മാളവി ബിഗെയിൻസ് ടു സ്റ്റാർവ്. അപ്പോൾ ഫുഡൊന്നുമില്ല, ഈ മൈസും കാര്യങ്ങളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് എന്താണ് അവർക്ക് ഫുഡൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഫുഡൊന്നും ഇല്ലാതെ അവിടുത്തെ മാളാവി എന്നുള്ള ആ ഒരു വില്ലേജിലെ ആളുകൾക്കൊക്കെ വളരെയധികം വിശപ്പ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. Soon William's father gathered the children and said, "From now on, we eat only one meal per day. Make it last." അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ വില്യംസിൻ്റെ അച്ഛൻ കുട്ടികളെ എല്ലാവരും വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് മുതൽ എന്താണ് നമ്മൾക്ക് ആകെ പെർ ഡേ ഒരു ദിവസം ഒരു മീല് മാത്രമേ ഉള്ളൂ, കാരണം ഇത് നമ്മൾ ഫുൾ ഡേ ഈ ഒരു മീല് കൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. കാരണം എന്താണ് ഫുഡിന് വളരെയധികം സ്കേഴ്സിറ്റി ക്ഷാമം അനുഭവപ്പെടുകയാണ് അവർക്ക് ചെയ്യുന്നത്. Then in the evening they sat around the lantern and ate their handful of food, watching hungry people pass like a spirits along the roads. അപ്പോൾ അവർ ഈവനിങ് ആയപ്പോൾ ലാൻറ്റേൺ എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ മുന്നിലിരുന്നിട്ട് ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ്, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഫുഡ് അവർ കഴിക്കുകയാണ്. അവരെന്താണ് കാണുന്നത്, വിശന്ന് ചുറ്റും പോകുന്ന ആളുകളെയും റോട്ടിലൂടെ പോകുന്ന ആളുകളെയും അവർ കാണുകയാണ്, കാരണം അവർക്കൊന്നും ഫുഡ് ഇല്ലാത്തൊരവസ്ഥയാണ്. മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. പൈസയും ഈ ഒരു റെയിൻ ഇല്ലാത്തത് കൊണ്ട് അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്യുന്നത്, കാരണം അവർക്ക് മൈസൊക്കെ ഉണങ്ങിപ്പോയി, അവർക്കിത് വിറ്റാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. ചില ഭാഗ്യമുള്ള കുട്ടികൾ മാത്രമാണ് സ്കൂളിലേക്ക് പോകുന്നത്, വേറെ ആരും സ്കൂളിലേക്കും പോകുന്നില്ല. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. വില്യം എന്താണ് ഇത്തരം ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പകുതി വെച്ച് പഠനം നിർത്തിയവരെയാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുക. അപ്പോൾ അത്തരം ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് വില്യം എന്നും പറയുന്നത്. ഫോർ വീക്സ് ഹീ സ്കൾഡ് അണ്ടർ എ മാംഗോ ട്രീ.
സ്കൾഡ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, ഓക്കെ. സൾക്ക്ഡ്, ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ വില്യം സ്കൂളിലൊക്കെ പോവാതിരുന്നപ്പോൾ കുറച്ച് ദിവസം ഒരു മാംഗോ ട്രീയുടെ താഴെ പോയിരുന്നിട്ട് കുറേ ദിവസം മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തു. Then he remembered a library down the road. In the library, he found science books filled with brilliant pictures. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവനക്ക് ഓർമ്മ വന്നത്, റോഡിൻ്റെ അടുത്തായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ എന്താണ് ഒരുപാട് ബ്രില്യൻ പിക്ചേഴ്സ് ഉള്ള സയൻസ് ബുക്ക് ഉണ്ടെന്ന് അവനക്ക് അപ്പോഴാണ് മനസ്സിലായതും അവൻ കണ്ടെത്തിയതും. ദെൻ വിത്ത് സം ഡിഫിക്കൽറ്റി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. അപ്പോൾ പക്ഷെ അവനക്ക് എന്താണ് ബുക്ക് എടുത്തപ്പോൾ അവന് സ്കൂളിലൊന്നും കറക്റ്റ് പോവാത്തത് കൊണ്ട് വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവനക്ക് ഉണ്ടായിരുന്നു. സൂൺ ഹി ലേൺ ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അപ്പോൾ അവനക്കിങ്ങനെ പതുക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് എൻജിൻസ് ഒക്കെ മൂവ് ചെയ്യുന്നത്, ബിഗ് ട്രക്കിലൊക്കെ എങ്ങനെയാണ് എൻജിൻസ് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റേഡിയോസ് എങ്ങനെയാണ് മ്യൂസിക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവനക്ക് പതുക്കെ സയൻസ് ബുക്കൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. Then, but what attracted him the most was the picture of a machine taller than the tallest tree he had seen. അപ്പോൾ അവനക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മരത്തിലുണ്ടായിരുന്ന ഒരു പിക്ചറായിരുന്നു, ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് വിത്ത് ലൈക്ക് എ ഫാൻ. അതിലെന്താണ് ഹ്യൂജ് വലിയ ബ്ലേഡ്സ് ഒക്കെ ഒരു ഫാന് പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജെയിൻ പിൻ വീൽ. അപ്പോൾ അതെന്താണ് ഒരു ജെയിൻ പിൻ വീലിനെ പോലെ, അഥവാ നമ്മുടെ വിൻഡ് മില്ല് കണ്ടിട്ടുണ്ട്, അതാണ് സംഭവം. അപ്പോൾ അതേപോലെയുള്ള ഒന്നാണ് ഇവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. വില്യം റീഡ് ഓൺ. അപ്പോൾ വില്യം എന്താണ് അതിനെ കുറിച്ചിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കി. ഹി ലേൺ ദാറ്റ് ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പംപ്ഡ് വാട്ടർ. അപ്പോൾ അവൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഇതൊരു മെഷീനാണ്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടർ പമ്പ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇതെന്ന് അവർക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. അപ്പോൾ വില്യം എന്ത് ചെയ്തു, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് അടച്ചു. ഈ സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും കൂൾ വാട്ടർ അതിങ്ങനെ ഡ്രോ ചെയ്യുന്നതായിട്ട് അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി വീൽ ടേൺ ഇൻ ദ മൈ സ്റ്റോൾ ആൻഡ് ഗ്രീൻ. അപ്പോൾ ഇതിങ്ങനെ ഗസ്റ്റ് എന്നാൽ ഈ വെള്ളം ഇങ്ങനെ കുതിച്ചു വരുന്നതായിട്ടും അതുപോലെ തന്നെ ഇത് ഫീൽഡിലേക്ക് പോയിട്ട് മൈസൊക്കെ വളരെ ടോളായിട്ട് വളരെ നീളമുള്ളതായിട്ട് വളരെ ഗ്രീനായിട്ടൊക്കെ അവൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ വരികയാണ്. ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു ഹങ്കറിനെതിരെയുള്ള ഒരു വെപ്പൺ, ഒരു ആയുധമായിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളത് അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പർ ടു ഹിംസെൽഫ്. അപ്പോൾ വില്യം അവനോട് തന്നെ ഇങ്ങനെ മനസ്സിൽ മന്ത്രിക്കുകയാണ്, എന്താണ് ഞാനൊരു ഇലക്ട്രിക് മില്ല് ഉണ്ടാക്കും എന്നുള്ളത് അവൻ തന്നെ അവനോട് പറയാണ്. ഇത് ജങ്കിയാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. അപ്പോൾ ജങ്കിയാർഡ് എന്ന് പറഞ്ഞാൽ ഈ പഴയ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നത്, നമ്മൾ കാക്രിക്കട എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതെവിടെയാണ്, വില്യമിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അപ്പോൾ അവനക്ക് മനസ്സിലായി അവൻ്റെ ഈ ഏറ്റവും വലിയ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് അവൻ മനസ്സിലാക്കി. അതൊക്കെ അവന് ഫൗണ്ട് ചെയ്തു. Some things he could just pick up like a tractor fan or some pipe. അപ്പോൾ ചിലതൊക്കെ എന്താണ് വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. എങ്ങനെയുള്ളത്, ഈ ട്രാക്ടർ ഫാന്, അതുപോലെ തന്നെ ചില പൈപ്പ്സ്, ഇതൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് അതിൽ നിന്നും എടുക്കാമായിരുന്നു. അതർ തിങ്സ് ലൈക്ക് എ ബിയറിംഗ് ആൻഡ് എ ബ്ലോഡ്സ് ഹി ഹാഡ് ടു റിമൂവ്. അപ്പോൾ ചില സാധനങ്ങൾ എന്താണ് ചിലതിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കണമായിരുന്നു. ബോൾട്ട്, അതുപോലെ തന്നെ ബിയറിങ്സ്, ഇതൊക്കെ പഴയ വസ്തുക്കളിൽ നിന്നും ഊരി എടുക്കണമായിരുന്നു. He had it to strain every muscle in his body. അപ്പോൾ അത് ഊരിയെടുക്കാൻ വേണ്ടി അവൻ്റെ ശരീരത്തിലെ എല്ലാ മസിൽസിനെയും അവൻ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദ വീൽ ഓഫ് ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. പക്ഷേ ഇതിന് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാൻ വലിയൊരു വീല് വേണമായിരുന്നു. ബട്ട് ആഫ്റ്റർ മച്ച് എ വാർണിംഗ് വില്യംസ് ഗോട്ട് ഇറ്റ്. പക്ഷേ ഒരുപാട് റാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾക്കൊടുവിൽ അവൻക്കത് കിട്ടി. എന്ത് തർക്കാനുണ്ടായിരുന്നത്, വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. അപ്പോൾ വില്യമിൻ്റെ ഫാദറിൻ്റെ ബൈസിക്കിൾ നിന്നുമാണ് അവൻ ആ ഒരു വീല് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അച്ഛൻ സമ്മതിക്കും
ഉപയോഗിക്കുമോ? ഇല്ല. അപ്പം അച്ഛനുമായിട്ട് ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷമാണ് അവനക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. കാരണം എന്താണ്, അവൻ്റെ ഫാമിലിയിലെ ആകെ ഒരു വെഹിക്കിൾ, ആകെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു ബൈസിക്കിൾ മാത്രമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഊരിയെടുക്കാൻ അച്ഛനായിട്ട് ഒരുപാട് തർക്കിച്ചിട്ടാണ് വില്യംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. Then, "Go away," William shouted to his birds and spiders which had made the junkyard their home. അപ്പോൾ വില്യംസ് എന്ത് ചെയ്യാണ്, ഇതെല്ലാം കൂടെ അവൻ്റെ ആ ഒരു ജങ്ക്യാർഡിൽ വെച്ചിട്ട് ഈ ബേർഡ്സിനോട് സ്പൈഡേഴ്സിനോടൊക്കെ പറയാണ്, നിങ്ങളൊക്കെ പൊയ്ക്കോ എന്ന് പറയാണ്, വളരെ ഒച്ചത്തിൽ പറയാണ്. ആസ് വില്യംസ് ക്യാരിയഡ് ഹിസ് എ possessions home, the villagers said to each other, "Is Gracie? Only Gracie people play with trash." അപ്പോൾ എന്താണ്, വില്യംസ് ഇതെല്ലാം കൂടെ അവൻ്റെ വീട്ടിൻ്റെ ഒരു സ്ഥലത്തും കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വില്ലേജേഴ്സ്, അവിടുത്തെ ആളുകളൊക്കെ പറയാണ്, എന്ത് ഗ്രേസി, എന്ത് മണ്ടനായ കുട്ടിയാണിത്, ഈ ഗ്രേസി പീപ്പിൾ മാത്രമാണ് ഈ ട്രാഷ് കൊണ്ടൊക്കെ, ഈ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടൊക്കെ കളിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്, എ ബ്രോക്കൺ ബൈസിക്കിൾ, ട്രസ്റ്റഡ് ബോട്ടിൽ ക്രാബ്സ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്. ദർ വാസ് ഈവൻ എ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേർഡ് എ ഹെഡ്ലൈറ്റ് ഓൺ എ ബൈക്ക്. അപ്പോൾ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വില്യം എന്ത് ചെയ്തു, ഇപ്പോൾ അവൻ എടുത്തിട്ടുള്ള എല്ലാ ഡേർട്ടി ആയിട്ടുള്ള പീസസും കൂടെ അവൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ബ്രോക്കൺ ബൈസിക്കിൾ, അതുപോലെ തന്നെ ബോട്ടിൽ ക്യാപ്സ്, ബോട്ടിലിൻ്റെ അടപ്പുകൾ, പ്ലാസ്റ്റിക് പൈപ്പ്, മാത്രമല്ല അവനക്കൊരു സ്മോൾ ജനറേറ്ററും കൂടെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അവനത് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നും എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് എ ടിങ്കേർഡ്. അപ്പോൾ 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, ഇതിനെയൊക്കെ ഒന്ന് ബോൾഡ് ചെയ്തു, ഒന്ന് ബാങ്ക് ചെയ്തിട്ട് ഒന്ന് ടിങ്കേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ ഇതിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി വെക്കണ്ടേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവന് വെക്കുകയാണ് ചെയ്യുന്നത്. Chicken squawked, dog howled, and neighbors shook their heads. What's the crazy boy doing now? The neighbors asked themselves. അപ്പോൾ ഈ കോഴികളൊക്കെ എന്താണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പോവുകയാണ് ചെയ്യുന്നത്, പൊട്ടിച്ചിരിക്കുക എന്നാണ് സ്ക്വാക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരിങ്ങനെ കോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛത്തിൽ പറയുന്ന ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ നായകളൊക്കെ ഇങ്ങനെ ഓളിയിടുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ നെയ്ബേഴ്സൊക്കെ എന്താണ് തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പറയാണ്, എന്ത് ഗ്രേസി കുട്ടിയാണ്, എന്ത് മണ്ടത്തരമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ സ്വയം പറയാണ്. ബട്ട് ഹിസ് കസിൻ ജോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻ, ദേ ആസ്ക്ഡ് ഹിം. പക്ഷെ അവിടെ എന്താണ്, അവൻ്റെ കസിനായിട്ടുള്ള ജോഫ്രിയും അതുപോലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഗിൽബേർഡും വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ ഇലക്ട്രിക് വിൻഡിന് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സൈഡ്. അപ്പോൾ വില്യം പറയാണ്, നിങ്ങളുടെ ആക്സസ്, നിങ്ങളുടെ മഴയൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ വായോ എന്ന് പറയാണ്. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. അപ്പോൾ വില്യം എന്ത് ചെയ്തു, ഇവരെയും കൊണ്ട് ഫോറസ്റ്റിലേക്ക്, കാട്ടിലേക്ക് പോവുകയാണ്. ടുഗെദർ ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രങ്ക്സ് ഓഫ് ട്രീസ്. അപ്പോൾ രാവിലെ തന്നെ അവർ പോയിട്ട് എന്താ ചെയ്യുന്നത്, അവിടെയൊക്കെ ഒരു വലിയ മരത്തിൽ ബ്ലേഡ് വെച്ചുകൊണ്ട് അതിനെ ഒരു മരത്തടിയാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ദേ കട്ട് ലോങ് ബ്ലാങ്ക്സ് ആൻഡ് ഹാമേഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ. അപ്പോൾ വിൻഡ് മില്ലിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ടവർ തന്നെയാണ് അവർ അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. They erected the tower and fixed the huge blades on the top. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുത്തനെ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരു വിൻഡ് മില്ലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാച്ചു പോലെ നിർത്തുകയാണ് ചെയ്യുന്നത്. William had made a crude motor which would rotate as the wind turned the blades. As soon as the wind was strong enough to turn the blades, he connected the wires from the motor to a bulb. അപ്പോൾ വില്യം ഇതിനെ ഒരു മോട്ടോറുമായിട്ടൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പാകത്തിന് ഇതിൽ ബ്ലേഡ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വയറുമായിട്ടും മോട്ടറുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ബൾബും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വില്യം, ജോഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ചിങ് എക്സൈറ്റ്ലി ആസ് ദ ലൈറ്റ് ഗ്ലൗഡ്. അപ്പോൾ വില്യമും അതുപോലെ തന്നെ ജോഫ്രിയും ഗിൽബേർട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബൾബ് ലൈറ്റ് കത്തുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നോക്കിക്കാണുകയാണ്. ഇറ്റ് ഗ്ലോഡ് ഫൈൻലി അറ്റ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം എന്താണ്, ഇത്
മങ്ങിയ രീതിയിൽ, ഫൈൻഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ മങ്ങിയ രീതിയിലായിരുന്നു കത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ ഇറ്റ് ബേൺഡ് ബ്രൈറ്റ് ലൈക്ക് ദ സൺ. അപ്പോൾ വിൻഡ് സ്ട്രോങ് ആയതോട് കൂടിയിട്ട് ഇത് സണ്ണിൻ്റെ പോലെ വളരെ ബ്രൈറ്റ് ആയിട്ട് കത്താൻ വേണ്ടി തുടങ്ങി. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺ ലൂക്കേഴ്സ് ഷൗട്ടഡ്. സൂൺ എവ്രിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ അതിലെ ഒരാൾ പറയാണ് വെൽഡൺ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ പറയാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളും കൂടെ വളരെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ, അതിയായ സന്തോഷത്തിൽ നമ്മളെ വില്യം ഉറക്കെ പറയാണ് ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കി എന്ന് പറയാണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ള പിക്ചർ. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൻ. പക്ഷെ വില്യമിന് അറിയായിരുന്നു ഇത് ജസ്റ്റ് എന്താണ്, ഒരു തുടക്കം മാത്രമാണ്. ഹി ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻഡ് മിൽ. അപ്പോൾ വിൻഡ് മില്ലോട് കൂടിയിട്ട് ഒരു ബൾബ് ലൈറ്റൻ ചെയ്യാൻ മാത്രമേ അവനിപ്പോൾ മാനേജ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. പക്ഷേ അവനെന്താണ്, ഒരു തുടക്കം തന്നെ കുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സൂൺ അനദർ മോർ പവർഫുൾ വിൻഡ് വുഡ് വർക്ക് എ പമ്പ്. അപ്പോൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വിൻഡ് മില്ലും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പമ്പ് തന്നെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്. ക്രിയേറ്റീവ് ഫുഡ് വേർ വൺസ് ദർ വാസ് നൺ. അപ്പോൾ അതിലൂടെ ഈ ഫീൽഡിലേക്കൊക്കെ വാട്ടർ കൊണ്ടുവരാനും ഈ വില്ലേജിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാസ് സ്റ്റോറീസ്. അപ്പോൾ ഗ്രാൻഡ് പായിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്റ്റോറീസിനേക്കാൾ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള മാജിക് തന്നെയായിരുന്നു അവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിന് തന്നെ അതിൻ്റെ പട്ടിണിയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ഒരു ചെറിയ കുട്ടിയായ വില്യമിന് പറ്റി എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അവനക്ക് ഇതിനുള്ള നോളജ് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്, അവൻ്റെ ബുക്കിൽ അല്ലേ, ബുക്സൊക്കെ റീഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാരൻ നന്നായിട്ട് ബുക്സ് റീഡ് ചെയ്യുക. എപ്പോഴും നമുക്ക് ബുക്സ് റീഡിങ് എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒക്കെ ബുക്സിലൂടെ കഴിയുന്നതാണ്. ഇനിയിവിടെ ഇതിൻ്റെ ഓതേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് വാസ് കോ ഓതേർഡ് ബൈ വില്യം കാംക്വാബ ആൻഡ് ബെറിയൻ മീലർ. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു സംഭവം എഴുതിയിട്ടുള്ളത്. വില്യം കാംക്വാബ വാസ് ബോൺ നിയർ ദ വില്ലേജ് ഓഫ് വിംബി ഇൻ മലാവി. അപ്പോൾ മലാവിയിലെ ഒരു വിംബി എന്ന് പറയുന്ന വില്ലേജിൽ തന്നെയായിരുന്നു ഈ ഒരു ആൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ബിക്കെയിം പോപ്പുലർ ഇൻ ഹിസ് കൺട്രി ഇൻ 2001 വെൻ ഹി ബിൽഡ് എ വിൻഡ് ടർബൈൻ ഫ്രം ട്രാഷ്. അപ്പോൾ ട്രാഷിൽ നിന്നും ഒരു വിൻഡ് ടർബൈൻ ഉണ്ടാക്കിയതിൽ നിന്ന് 2001 കൺട്രിയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. ദെൻ ഇറ്റ് പവേർഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ ഹിസ് ഹോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ നിന്നും ആണ് ഇത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഈസ് എ ടെഡ് ഫോളോ ആൻഡ് ഹാസ് സ്പോക്കൺ അറ്റ് കോൺഫറൻസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ വേൾഡിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിലും കോൺഫറൻസിലൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട്. അടുത്തത് ബ്രയൻ മീലർ ആണ്. ഈസ് എൻ അമേരിക്കൻ ഓതർ ആൻഡ് എ ജേർണലിസ്റ്റ് ഹു ഹാസ് റിട്ടൺ സെവറൽ ബുക്സ് ഇൻക്ലൂഡിംഗ് ഓൾ തിങ്സ് മസ്റ്റ് ഫൈറ്റ് ടു ലിവ് ആൻഡ് എ Mug City. The Boy Who Harnessed the Wind was made into a film with the same title in 2019 by Chiwetel Ejiofor. Okay. അപ്പോൾ ഇദ്ദേഹം ഒരു നല്ല റൈറ്ററാണ്, ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെ നോക്കാം. ആക്ടിവിറ്റീസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് നേരത്തെ തന്നെ ബെഡിൽ പോയിരുന്നത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് വെൻ ടു ബെഡ് ഏർലി? ബിക്കോസ് ദർ വർ നോ ഇലക്ട്രിസിറ്റി ഇൻ ദെയർ വില്ലേജ്. കാരണം അവരുടെ വില്ലേജിൽ എന്താണ്, കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ തന്നെ ഉറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? എന്തിനാണ് വില്യം ഈ പഴയ റേഡിയോസൊക്കെ ഇങ്ങനെ പൊളിച്ചിരുന്നത്, എന്തിനാണ് ക്രാക്ക് ചെയ്തിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട് വേർ ആർ ദ സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ്. അപ്പോൾ ഈ റേഡിയോസിൽ നിന്നും പാട്ട് കേൾക്കുമ്പോൾ വില്യംസിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഈ ഒരു മ്യൂസീഷ്യൻസും സിംഗേഴ്സൊക്കെ പാടുന്നത് എന്ന്. അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവന് റേഡിയോസൊക്കെ ക്രാക്ക് ചെയ്തിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസ് ഇൻ ദ പാത്ത്? അപ്പോൾ അവൻ്റെ വഴിയിലൂടെ ഒരു ട്രക്ക് പോയി കഴിഞ്ഞാൽ അവൻ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? ട്രക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഹി തോട്ട് അബൌട്ട് ഹൗ ദെയർ എൻജിൻ മെയ്ഡ് ദം
ഗോ, എങ്ങനെയാണ് ഇതിൻ്റെ എൻജിൻ ഇങ്ങനെ പോകാൻ വേണ്ടി പാകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ ചിന്തിച്ചിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്? എങ്ങനെയായിരുന്നു വില്യംസിൻ്റെ ഫാദർ അവൻ്റെ ഫാമിലിയെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നത്? എങ്ങനെയാണ്? ഹി ഇൻഫോംഡ് ദ ചിൽഡ്രൻ ദാറ്റ് ദേ ആർ ഡിസൈഡഡ് ടു ഹാവ് ഓൺലി 1 meal പെർ ഡേ. ഒരു ദിവസം ഒരു മീൽ മാത്രമേ ഇവിടുത്തെ കുട്ടികൾക്കുള്ളൂ എന്നുള്ളതായിരുന്നു ഫാദർ ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുവഴി ഫാമിലിയിലെ ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്ക് ഇൻ ദ ലൈബ്രറി? ലൈബ്രറിയിലെ സയൻസ് ബുക്കിൽ നിന്നും വില്യം എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ലേൺ ഹൗ എൻജിൻ മൂവ്സ് ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അഥവാ എങ്ങനെയായിരുന്നു എൻജിന്, ബിഗ് ട്രക്സിലൊക്കെ എൻജിൻ എങ്ങനെയായിരുന്നു മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഈ മ്യൂസിക്കൊക്കെ റേഡിയോയിൽ നിന്ന് വരുന്നത് എന്നതൊക്കെയായിരുന്നു നമ്മുടെ വില്യംസ് സയൻസ് ബുക്കിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി? ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള സംഭവം എന്തായിരുന്നു? ദ പിക്ചർ ഓഫ് മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹാഡ് സീൻ. ഏറ്റവും വലിയൊരു മരത്തിൽ ഒരു മെഷീന് ഘടിപ്പിച്ച ഒരു ചിത്രമായിരുന്നു. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് വിത്ത് ലൈക്ക് എ ഫാൻ. ഒരു വലിയ ഫാനിൻ്റെ പോലെ ഹ്യൂജ് ബ്ലേഡ്സ് ഒക്കെ അതിന് ഉണ്ടായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജിയാൻ പിൻ വീൽ. ഇതൊരു ജിയാൻ പിൻ വീലിനെ പോലെ ആയിരുന്നു തോന്നിയിരുന്നത്. ഇതാണ് വില്യംസിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ? വിൻഡ് മില്ല് ഒരു മെഷീൻ മാത്രമല്ല എന്ന് വില്യം ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? ബിക്കോസ് ഫോർ ഹിം ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. ഇത് വിശപ്പിനെതിരെയുള്ള ഒരു വെപ്പണായിട്ട്, ഒരു ആയുധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്കിയാർഡ്? എന്തിനായിരുന്നു വില്യം ജങ്കിയാർഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്? വില്യം വെന്റ് ടു ദ ജങ്കിയാർഡ് വിത്ത് എൻ ഐഡിയ ദാറ്റ് ഹി could collect the raw materials from there. അപ്പോൾ നമ്മുടെ വിൻഡ് മില്ല് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആ ജങ്കിയാർഡിൽ നിന്ന് കിട്ടും എന്നുള്ള ഐഡിയയിലായിരുന്നു വില്യം അങ്ങോട്ട് പോയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ഗ്രേസി? എന്തുകൊണ്ടായിരുന്നു വില്ലേജേഴ്സ് വില്യം ഒരു ഗ്രേസി ആണെന്ന് വിചാരിച്ചത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് വില്യം വാസ് കളക്ടിങ് തിങ്സ് ഫ്രം ജങ്കിയാർഡ്. ജങ്കിയാർഡിൽ നിന്നും സാധനങ്ങൾ, ആക്രിയിൽ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആരാണ്? മണ്ടന്മാരാണ് അല്ലേ? അപ്പോൾ വിഡ്ഢികളാണെന്നാണ് വിചാരിച്ചിരുന്നത്. 10th ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ? വിൻഡ് മില്ലിന് ആവശ്യമായിട്ടുള്ള ടവർ വില്യം എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? വില്യം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കട്ട് ട്രങ്ക്സ് ഓഫ് ട്രീസ് ആൻഡ് മെയ്ഡ് ലോങ് പ്ലാങ്ക്സ്. ദേ ഹാമേഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഓഫ് ദ ഫോർ ദ വിൻഡ് മിൽ. അപ്പോൾ വില്യമിൻ്റെ ഫ്രണ്ട്സും കൂടെ ട്രീസിൽ നിന്നും ഒരു ട്രങ്കൊക്കെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ടായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ഒരു ടവർ പോലെ ഉണ്ടാക്കിയിരുന്നത്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡിഡ് ദ ഓൺലൂങ്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? എപ്പോഴായിരുന്നു അവിടെ നോക്കി നിന്ന ആളുകളൊക്കെ വളരെ സന്തോഷത്തിൽ ആയിരുന്നത്? എപ്പോഴായിരുന്നു? ദ ഓൺലൂങ്കേഴ്സ് സ്റ്റാർട്ടഡ് ടു ചിയർ വെൻ ദേ സോ വില്യം ലൈറ്റൻഡ് ദ ബൾബ് വിത്ത് ഹിസ് വിൻഡ് മിൽ. അപ്പോൾ വിൻഡ് മില്ലിലെ ബൾബ് ലൈറ്റ് ചെയ്തപ്പോഴാണ് അവിടെ നിന്ന ആളുകളൊക്കെ ചിയേഴ്സ് ആയിട്ട് നിന്നിരുന്നത്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ക്ലാപ്പൊക്കെ ചെയ്തിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൻ? എന്തുകൊണ്ടായിരുന്നു വില്യം ചിന്തിച്ചിരുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്ന്? because his aim was to create a more powerful windmill capable of pumping water to the field of his village. അപ്പോൾ ആ വില്ലേജിലെ വയലുകളിലേക്ക്, കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ വാട്ടർ പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇതൊരു തുടക്കം മാത്രമാണെന്ന് അവൻ ചിന്തിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ സൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ മെയിൻ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.